ആലപ്പുഴയുടെ വണ്ടാനം മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റി. ആരാ കൊടുത്തത്? നദ്ദാജി ആരാണ്? BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ഇപ്പോ അന്നാരായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ. തിരുവനന്തപുരത്ത് ശ്രീചിത്രയ്ക്ക് പണം കൊടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പൈസ കൊടുത്തു. തൃശ്ശൂരിലെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെക്ഷൻ സെപ്പറേറ്റ് പണം കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോ ആലപ്പുഴയിലും കൊടുത്തു. വണ്ടാനം മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റി. നിങ്ങൾക്കറിയോ 1160 കോടി രൂപയ്ക്ക് മരുന്ന് വാങ്ങി കഴിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ഒറ്റ കൊല്ലം കൊണ്ട്. എവിടെയാ മരുന്നുണ്ടാക്കുന്നത്? ഇവിടെ ഒരു സ്ഥാപനം ഉണ്ട് അല്ലേ? ആ സ്ഥാപനത്തിൽ ക്യാൻസറിന്റെ മരുന്നില്ല, ഹാർട്ട് അറ്റാക്കിന്റെ മരുന്നില്ല, വലിയ അസുഖങ്ങളുടെ ഒരു മരുന്നുമില്ല. ആകെയുള്ളത് എന്താണെന്നറിയോ? തലവേദനയും പനിയുടെയും മാത്രമേ മരുന്നുള്ളൂ. എന്താ കാര്യം? മരുന്ന് വാങ്ങാൻ പുറത്ത് സ്റ്റേറ്റിലേക്ക് പോവാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗുജറാത്ത്. 1150 കോടിയുടെ മരുന്ന് വാങ്ങുമ്പോ എത്ര പണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പണപ്പെട്ടിയിലേക്ക് പോകുന്നുണ്ടാകും? നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം 47 കോടിക്ക് നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെക്കാമെന്ന് ജെയിംസ് പാലമറ്റം പറഞ്ഞു. ക്യാമറ വെക്കുമ്പോ ജെയിംസ് വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വേണ്ട. 60 കോടി തന്നാൽ, 60ഉം 67 കോടിക്കും ഇടയിൽ തന്നാൽ കോഴിക്കോട്ടുകാരൻ അൽഹിന്ദിന്റെ മുതലാളി ക്യാമറ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിണറായി വിജയൻ പറഞ്ഞു, പിണറായി വിജയന്റെ മരുമകന്റെ അമ്മായിയച്ഛനുണ്ട് പ്രകാശ് ബാബു ക്യാമറ വെച്ചാൽ മതി. എത്ര രൂപ? 389 കോടി. ആര് കൊടുക്കണം? ഇവിടെ മത്സ്യമേഖലയിൽ പോയി പണിയെടുത്തു കൊണ്ടുവരുന്ന നിങ്ങളുടെ പോക്കറ്റിലെ പണമാണ്. 387 കോടി രൂപയ്ക്ക് ക്യാമറ വെക്കാൻ ടെൻഡർ കൊടുത്തു അല്ലേ? അങ്ങനെ അഴിമതി നടത്തുന്നവർ 1150 കോടി രൂപയുടെ മരുന്ന് വാങ്ങുമ്പോ ഒറ്റ കൊല്ലം കൊണ്ട് എത്ര കമ്മീഷൻ അടിക്കുന്നുണ്ടാകുമെന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതല്ലേ ഭരണം? അങ്ങനെ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ വെള്ളക്കരം അടയ്ക്കുന്നില്ലേ? വൈദ്യുതി ചാർജ് അടയ്ക്കുന്നില്ലേ? ഭൂനികുതി അടയ്ക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല കേരളത്തിൽ. എന്താണ്? ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനുള്ള, പുസ്തകം അടിക്കാനുള്ള പൈസ ഇല്ല അത്ര പിണറായി വിജയന്റെ കയ്യില്. അമേരിക്കയിൽ പോവാൻ പൈസയുണ്ട്, ജപ്പാനിൽ പോവാൻ പൈസയുണ്ട്, കമലയിടത്തി കൂടെ പോകുന്നുണ്ട്, വിരോധമൊന്നുമില്ല. പക്ഷേ എന്താ പറഞ്ഞത്? ക്ലോസറ്റിനെതിരെ സമരം, ട്രാക്ടറിനെതിരെ സമരം, കമ്പ്യൂട്ടറിനെതിരെ സമരം, മൊബൈൽ ഫോണിനെതിരെ സമരം. ഇതെല്ലാം തൊഴിലാളികൾക്കുള്ളതല്ല, മുതലാളി വർഗത്തിന്റെ സൂചകമാണ് എന്നാണ് സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞു പഠിപ്പിച്ചത് അല്ലേ? എന്നിട്ടോ കമലയിടത്തി പോകുമ്പോ പാന്റിന്റെ ജീൻസിന്റെ 2 പോക്കറ്റിലും നല്ല മുന്തിയ ആപ്പിൾ ഫോൺ ഓരോന്നിരിക്കുന്നുണ്ട്. നമ്മൾ കണ്ടില്ലേ? അങ്ങനെ ആ ഫോണൊക്കെ വെച്ച് പോകും. അത് അവർക്ക് പറ്റും. പക്ഷേ നിങ്ങൾ ഇത്രയും ഖജനാവിലേക്ക് പണം കൊടുക്കുമ്പോ നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ നല്ല സ്കൂളില്ല, നല്ല കോളേജില്ല. 1 കോടി രൂപയാണ് പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതി. ഒരു സ്കൂളിലേക്ക് 1 കോടി രൂപ. ഈ കള്ളന്മാര് മേടിച്ചില്ല. അറിയോ നിങ്ങൾക്ക്? ഇവര് വേണ്ടാന്നാണ് എഴുതി കൊടുത്തത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്കൂളുകളിലേക്ക്, ഒരു സ്കൂളിലേക്ക് 1 കോടി രൂപ കിട്ടിയാൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ അവരുടെ ജീവിത നിലവാരം എത്രമാത്രം ഉയരും. പക്ഷെ ആ പൈസ കിട്ടുമ്പോ സ്കൂളിൽ ഒരു ഫോട്ടോ വെക്കണം. ആരുടെ ഫോട്ടോ? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ. ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ പദ്ധതിയില്ലേ? ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പദ്ധതിയില്ലേ? നരേന്ദ്രമോദി എല്ലാം കൊടുത്തിട്ടും നരേന്ദ്രമോദിയുടെ ഫോട്ടോ കാണുമ്പോ ഇവർക്ക് എന്താണ് ഇത്ര അങ്കലാപ്പ്? അത് വെക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഒരൊറ്റ സ്കൂളിനും കിട്ടിയില്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പ്രധാനമന്ത്രി ശ്രീ പദ്ധതി. ഞാൻ പോകണം എന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് രാത്രി ആലോചിക്കുക. നാട്ടുകാര്, കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ ആലോചിക്കുക. രാത്രിയില് ശോഭാ സുരേന്ദ്രൻ പോയാൽ എന്താ ഗുണം? ഞാൻ പോയാൽ ഞാൻ അവിടെ പറയാൻ പോകുന്നത്, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ നാളിത്രയും ഭരിച്ച് മുടിച്ച് പാവങ്ങളെ ചതിച്ച് ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്വന്തം വീട്ടിനകത്തിരുന്ന് ടാർജറ്റ് തയ്യാറാക്കി ചെയ്യുന്ന തോട്ടപ്പള്ളിയിലെയും മത്സ്യമേഖലയിലെയും ഖനനം നടത്തുന്ന കരിമണൽ കർത്തയുടെ ജീവിത നിലവാരം ഉയർത്താനല്ല ഞാൻ പോകുന്നത്. കരിമണൽ കർത്ത നടത്തുന്ന അഴിമതിക്കെതിരായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, പട്ടിണി കിടന്ന് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത ഒരമ്മ വളർത്തിയെടുത്തതാണ് എന്നെയും. ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന, അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കഴിയുന്ന അമ്മമാരുടെ പ്രതിനിധിയായിട്ട് പോകും. പോയിട്ട് കേന്ദ്രമന്ത്രിമാരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഇപ്പൊ എന്റെ ഗുരുനാഥന് തുല്യമായിട്ടുള്ള ഒരാൾ, രാജ്നാഥ് സിംഗ്, വരികയാണ് കായംകുളത്ത്. ശോഭ വിജയിക്കണമെന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എത്ര വലിയ ആളാണ്! ഒരു വലിയ വകുപ്പിന്റെ തലവനാണ്. ഈ രാജ്യത്തിന്റെ അതിപ്രഗത്ഭന്മാരിൽ 4 പേരിൽ ഒരാളാണ്.
അദ്ദേഹം വരികയാണ് ആലപ്പുഴയിലെ ജനങ്ങളോട് സംസാരിക്കാൻ. ഞാൻ നിങ്ങളുടെ ശോഭ പോയാൽ പോരെ, എന്തിനാണ് ഈ കാലാകാലമായിട്ട് ഇങ്ങനെ നിങ്ങളെ ചതിച്ച ആളുകൾ പോകുന്നത് എന്ന് ഇവിടെ കൂടിയിട്ടുള്ള BJPയുടെ പ്രവർത്തകന്മാർ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസുകാരോടും ഇത്തവണ പോയി ചോദിക്കണം. പോയാൽ അവിടെ നരേന്ദ്രമോദിജിയുടെ വീട്ടിൽ പോയി ഞാൻ കാണും, ലോക്സഭയിൽ ഞാൻ ചർച്ച നടത്തും. എണീറ്റ് നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ആവശ്യങ്ങൾ എണ്ണി എഴുതി തയ്യാറാക്കി കൊണ്ടുപോയി അവിടെ ചെന്ന് ചർച്ച നടത്താൻ, ചോദ്യങ്ങൾ ചോദിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുത്ത് കൊണ്ടുവരാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയ്ക്ക് സാധിക്കും. എന്നാ പിന്നെ ഞാൻ പോയാൽ പോരെ. എന്തായാലും BJPയുടെ അഖിലേന്ത്യാ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പോയാൽ പോരെ. ശമ്പളം കിട്ടുകയാണെങ്കിൽ അത് ആലപ്പുഴയിലെ പാർലമെന്റിലെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ? ഞാൻ അമ്മമാരോട് പറഞ്ഞു, എന്റെ വീടെന്ന് പറയുന്നത്, ഞാൻ MP ആയാൽ എന്റെ വീടെന്ന് പറയുന്നത് ആലപ്പുഴയിലെ അമ്മമാരുടെ നിങ്ങൾക്കുള്ള വീടായിരിക്കും. എന്താ കാരണം? എനിക്ക് 2 ആൺകുട്ടികളാണ്. അവര് ഒരാൾ ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യുകയാണ്, രണ്ടാളും 2 രാജ്യം, ഒരാൾ ഉള്ളത് അമേരിക്കയിലാണ്, ഒരാൾ ബാംഗ്ലൂരിലാണുള്ളത്. അപ്പൊ ആലപ്പുഴയിൽ നമുക്കൊരു വീട് കിട്ടിയാൽ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ മക്കളുടെ കരുതലും കാവലുമായിട്ട് അവരുടെ അമ്മ പോലെ ഞാൻ നിന്നാൽ പോരെ എന്ന ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതിന് നിങ്ങൾ ശോഭ പോയാൽ ശരിയാകും എന്ന് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ മോദിജിയാണ് ഗ്യാരണ്ടി, ശോഭയല്ല. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ഈ രാജ്യത്തെ ഇത്രയും സുന്ദരമാക്കി നോക്കാൻ, സംരക്ഷിക്കാൻ സാധിക്കുന്ന ആ നരേന്ദ്രമോദിയോടൊപ്പം നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയ്ക്ക് ഇരിക്കാൻ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമരയിൽ ഒരു വോട്ട് അർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്നും നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, കയർ മേഖല പൂട്ടിക്കെട്ടലിന്റെ വക്കിലാണ്. ഞാൻ കൂടുതൽ എല്ലാ മേഖലയെക്കുറിച്ചും പറയുന്നില്ല. മത്സ്യമേഖലയ്ക്കും കയർ മേഖലയ്ക്കും നെൽകർഷകർക്കും നമ്മുടെ ഇവിടുത്തെ വ്യവസായ പ്രമുഖന്മാരുടെ വിചാരം നമ്മൾ എല്ലാ വ്യവസായികൾക്കും എതിരാണ്. അല്ല, നമ്മൾ കള്ളന്മാരായി നാട്ടുകാരെ പറ്റിക്കുന്ന വ്യവസായികൾക്ക് മാത്രമാണ് എതിരെ. നല്ല രീതിയിൽ അവരുടെ പണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ബിസിനസ് നടത്താൻ താല്പര്യമുള്ള വ്യവസായ പ്രമുഖന്മാർക്ക് ഏത് ക്യാബിനറ്റ് മിനിസ്റ്ററെയും നമ്മൾ കാണിക്കും. പ്രൊജക്ട് വേണം, കണക്കും വേണം. അതുണ്ടെങ്കിൽ അവരെയും നമ്മൾ സഹായിക്കും. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒത്തുപിടിച്ച് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസിപ്പിക്കണം, അതിന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ടതിനും എന്നെ കാണാൻ വന്നതിനും ഈ വിഷുദിനത്തിൽ തന്നെ എല്ലാവരും ചേർന്ന് എന്നെ കാണാൻ വന്നതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്, അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.